ഏവർക്കും HSS ടൈംസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് 2026 നിയമസഭാ ഇലക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കളക്ഷൻ സെന്ററിൽ എന്തൊക്കെ ഫോംസ് ആണ്, എന്തൊക്കെ കവറുകളാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എന്നൊരു കാര്യമാണ്. ഫോമുകളും പ്രിസൈഡിംഗ് ഓഫീസർ അതുപോലെ മറ്റ് പോളിംഗ് ഓഫീസർമാരും കൂടി എന്തൊക്കെ ഫോംസ് ആണ് തയ്യാറാക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ഇത് ആധികാരികമോ ഔദ്യോഗികമോ അല്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ പുസ്തകത്തിലെയും അതുപോലെ ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പുതിയ ഉത്തരവുകളും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. ഈ വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 66-ലും 67-ലുമാണ് എന്തൊക്കെ കവേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫോമുകളാണ് നാം ഫില്ല് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകം വളരെ കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൽ നിന്നുമുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വർഷം പ്രധാനമായിട്ടും 6 കവറുകളാണ് പ്രിസൈഡിംഗ് ഓഫീസർ, അതായത് ഇലക്ഷൻ ടീം നമ്മുടെ കളക്ഷൻ സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ പാക്കറ്റ് 6 പാക്കറ്റുകൾ 6 കവേഴ്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട്. അതിൽ ആദ്യത്തേത് വൈറ്റ് കളറാണ്. അതിന്റെ പേര് EVM പേപ്പർ കവർ എന്നതാണ് ഒന്നാമത്തെ പാക്കറ്റിന്റെ പേര്. രണ്ടാമത്തതും വൈറ്റ് കളറാണ്. അതിന്റെ പേര് സ്ക്രൂട്ടിനി കവർ എന്നതാണ്. അവിടെ വെച്ചിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന ഇലക്ഷൻ സെന്റർ വെച്ച് സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്ന കവറുകൾ സ്ക്രൂട്ടിനി കവേഴ്സ്. മൂന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് ആണ്. മൂന്നാമത്തതും വെള്ള കളർ തന്നെയാണ്. പാക്കറ്റ് 3 സ്റ്റാറ്റ്യൂട്ടറി കവർ. നാലാമത്തത് യെല്ലോ കളറുള്ള കവറാണ്. അതിന്റെ പേര് നോൺ സ്റ്റാറ്റ്യൂട്ടറി കവർ എന്നതാണ്. അഞ്ചാമത്തത് ബ്രൗൺ കളറുള്ള പാക്കറ്റ് 5ഉം ആറാമത്തത് ബ്ലൂ കളറിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പാക്കറ്റ് 6ഉം ആണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ വർഷം പ്രിസൈഡിംഗ് ഓഫീസറുടെ കൈപ്പുസ്തകത്തിൽ 6 കവറുകൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഒരു കാര്യം ഞാൻ മുന്നേ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് കളക്ഷൻ സെന്ററിൽ നിന്നും ഇത് ഈ രീതിയിലല്ല മറ്റേതെങ്കിലും രീതിയിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സമയം ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പ്രിസൈഡിംഗ് ഓഫീസറുടെ പുസ്തകത്തിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പക്ഷേ ചില മാറ്റങ്ങൾ ചില സെന്ററുകളിൽ റിട്ടേണിംഗ് ഓഫീസറൊക്കെ ചില ചേഞ്ചസ് ഒക്കെ വരുത്താൻ സാധ്യതയുണ്ട്. അവിടെ നിന്നും ഏത് രീതിയിലാണ് നിങ്ങൾക്ക് തരേണ്ടത് എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. ഇതേ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇതേ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് നൽകാം. അതിൽ ആദ്യത്തെ പാക്കറ്റ് ആണ് വൈറ്റ് കളറിലുള്ള EVM പേപ്പർ കവർ എന്ന് പറയുന്നത്. അതായത് ഈ EVM മെഷീൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ആ മെഷീന്റെ കൂടെ നമ്മൾ നൽകുന്ന കവറുകളാണ് EVM പേപ്പർ കവർ. ഇതിൽ ആദ്യത്തത്, അപ്പൊ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ വീഡിയോ സമയത്തൊക്കെ പറഞ്ഞതാണ്, നമ്മൾ ഒരു ഈ പാക്കറ്റ് ആദ്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥരോടാണ് പറയുന്നത്, ഈ പേപ്പർ കവർ 1 എന്ന് പറഞ്ഞത് ഒരു വലിയ കവറായിരിക്കും. അതിനകത്തേക്ക് 3 ചെറിയ കവറുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ അതിൽ ഒന്നാമത്തെ കവർ ഇതാണെങ്കിൽ അതിനൊരു കോഡ് കൊടുക്കുക, EVC1 എന്നുള്ളൊരു. ഇതൊക്കെ തലേനാൾ രാത്രി ചെയ്തു നോക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇലക്ഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. തലേനാൾ നിങ്ങൾ നിങ്ങളുടെ ബൂത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ഫ്രീ ഉണ്ടാവും. ആ സമയത്ത് തന്നെ ഈ കോഡ് നമ്പറൊക്കെ എല്ലാ കവേഴ്സിനും കൊടുത്തു വെക്കുക. ഇതിന്റെ ഫ്രണ്ടില് ഒരുപാട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. എല്ലാ കവറുകളിലും നിങ്ങളുടെ ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് സീൽ പതിക്കേണ്ടതായിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യാനുള്ള സ്ഥലത്തൊക്കെ സൈൻ ചെയ്ത് വെക്കുക. ഇവിടെ ഇലക്ഷൻ 2 ഡാഷ് കോൺസ്റ്റിറ്റ്യുവൻസി ഡാഷ് ഡിസ്ട്രിക്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണാം. 2026 എന്നൊക്കെ എഴുതാൻ വേണ്ടിപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഇനി രണ്ടാമത്തെ കവറിന് EVC2 എന്നുള്ളൊരു പേര് കൊടുക്കുക. ഇവിടെ പെന്ന് മാർക്കർ കൊണ്ടുപോകാൻ നിങ്ങൾ സ്കെച്ച് പെന്ന് ലഭിക്കും. വലിയൊരു മാർക്കർ കൂടെ കരുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിന് EVC2 എന്ന് കൊടുക്കുക. അതുപോലെ മൂന്നാമത്തെ കവറിന് EVC3 എന്ന് കൊടുത്തിട്ട് ഈ തലേനാൾ രാത്രി തന്നെ ഈ വലിയ കവർ ഫില്ല് ചെയ്യുക. അതിനകത്ത് ഈ EVC1, EVC2, EVC3 ഈ 3 കവറുകൾ ഇതിനകത്തുള്ള ഫോംസ് ഒക്കെ പറ്റാവുന്ന ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോളിംഗ് പ്രോസസ് നടക്കുന്ന സമയത്ത് ഏത് ആവശ്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫോം ആവശ്യമാണെങ്കിൽ ഈ കോഡ് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ നിങ്ങൾ തലേന്നാൾ തന്നെ ഇത് ഓർഗനൈസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ പോളിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കും എന്ന കാര്യം തീർച്ചയാണ്. അപ്പോ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടുള്ള അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ കവർ ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നാമത്തെ കവർ എന്ന് പറയുന്നത് പാക്കറ്റ് 1 വൈറ്റ് കളറാണ്. ഇതിനകത്ത് 3 ചെറിയ കവറുകൾ ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ കോഡ് EVC1 എന്ന് കൊടുക്കുക. അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് 17C അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡ്. നമ്മൾ
പോളിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് 17C. 17Cക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതും ഒന്ന് കൗണ്ടിങ് സമയത്ത് ഉപയോഗിക്കേണ്ടതുമാണ്. അത് രണ്ടും കൂടി കട്ട് ചെയ്തിട്ട് സ്റ്റാപ്ലർ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക, കൗണ്ടിങ് പേജ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇത് രണ്ടും അൺസീൽഡ്. EVC2 കോഡ് കൊടുക്കുക. അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് അൺസീൽഡ് ആയിട്ട്. ഇനി EVC3 എന്ന് പറഞ്ഞത് സീൽഡ് ബ്ലാക്ക് എൻവലപ്പ് കണ്ടെയ്നിങ് മോക്ക് പോൾ സ്ലിപ്പ്. നമ്മൾ മോക്ക് പോൾ നടക്കുന്ന സമയത്ത് എത്ര മോക്ക് പോളിൽ 50 വോട്ട് ചെയ്യണം. 7 സ്ലിപ്പ് ആദ്യം മുറിഞ്ഞു വീഴും. 57 മോക്ക് പോൾ സ്ലിപ്പുകൾ സീൽ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് എൻവലപ്പ്, ഒരു പിങ്ക് സീൽ നിങ്ങൾക്ക് തരും. അത് വെച്ചിട്ട് സീൽ ചെയ്തിരിക്കുന്ന സീൽഡ് ബ്ലാക്ക് എൻവലപ്പ് കണ്ടെയ്നിങ് മോക്ക് പോൾ സ്ലിപ്പ്. ഇത് 3 നിങ്ങൾ EVM പേപ്പർ കവറുകളിൽ ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ കവറുകളും കോഡ് നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക. ഇനി എങ്ങനെ കോഡ് കൊടുക്കണം എന്ന് ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തതും വൈറ്റ് കളർ തന്നെയാണ്. അതിന്റെ പേര് സ്ക്രൂട്ടിനി കവേഴ്സ് എന്നതാണ്. സ്ക്രൂട്ടിനി കവേഴ്സിൽ 4 പ്രധാനപ്പെട്ട ചെറിയ കവറുകളാണ്, ഫോംസുകളാണ് നമ്മൾ നൽകേണ്ടത്. അതിൽ സ്ക്രൂട്ടിനി കവറിന് ഒന്നാമത്തെ കവറിന് SR1 എന്ന് കോഡ് കൊടുക്കാം, രണ്ടാമത്തതിന് SR2 എന്ന് കൊടുക്കാം, 3-ന് SR3, 4-ന് SR4 എന്ന് കൊടുക്കാം. അതിൽ സ്ക്രൂട്ടിനി കവറിലെ ഒന്നാമത്തെ കവർ അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി എന്നൊരു ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഫില്ല് ചെയ്തിട്ട് ഈ പാക്കറ്റ് നമ്പർ 2-ലെ ആദ്യത്തെ ഐറ്റം ആയിട്ട് നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തത് സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്. നമ്മൾ സെക്കൻഡ് പോളിംഗ് ഓഫീസർ എഴുതിയിരിക്കുന്ന 17A രജിസ്റ്റർ, അത് സീൽ ചെയ്തിട്ട് വാക്സ് വെച്ച് അരക്ക് വെച്ച് സീൽ ചെയ്തിട്ട് വലിയൊരു കവറിനകത്താക്കിയിട്ട് അതും ഈ പാക്കറ്റ് 2 ഉണ്ടായിരിക്കണം. SR3 മൂന്നാമത്തത് അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് വിസിറ്റ് ഷീറ്റ്. അതായത് വിസിറ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിസിറ്റ് ഷീറ്റ് അൺസീൽഡ് ആയിട്ട് SR3 എന്ന കവറിനകത്ത് ആഡ് ചെയ്യാം. നാലാമത്തെ കവർ അൺസീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് കമ്പാനിയൻസ്. അതായത് അന്ധരും അവശരുമായ വോട്ടർമാരുടെ ലിസ്റ്റും അവരുടെ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന കമ്പാനിയൻ നിങ്ങൾക്ക് തരുന്ന ഡിക്ലറേഷൻ. അപ്പൊ 14A എന്ന ഫോമിലാണ് ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫോം വോട്ടേഴ്സ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ കമ്പാനിയൻ തരുന്ന ഡിക്ലറേഷനും, ഞാൻ ഇവിടുത്തെ ഒരു വോട്ടറാണ്, ഞാൻ വേറെ ആർക്കും വോട്ട് ചെയ്യുന്നില്ല, ഒരു ഡിക്ലറേഷൻ നിങ്ങൾക്ക് തരാനുണ്ട്. ഈ 4 കാര്യങ്ങളാണ് രണ്ടാമത്തെ പാക്കറ്റിനകത്ത് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷൻ സെന്ററിൽ നിന്നും നിർദ്ദേശമുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളും കൂടെ എക്സ്ട്രാ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തത് 16 പോയിന്റ് റിപ്പോർട്ട്. 16 പോയിന്റ് റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായിട്ട് നൽകേണ്ടി വന്നേക്കാം. അതുപോലെ ട്രെൻഡ് ഫോം നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം PS05 എന്നതിനകത്ത് ട്രെൻഡ് ഫോം എന്നൊരു ഫോമും ഇതിന്റെ കൂടെ നൽകേണ്ടതായിട്ട് വരും. അതുപോലെ അക്യൂറ്റൻസ് ഓഫ് പോളിംഗ് ടീമിന്റെ അക്യൂറ്റൻസും ഇതിന്റെ ഭാഗമായിട്ട് നൽകണം. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ഫോർ പോസ്റ്റ് പോൾ സ്ക്രൂട്ടിനി. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ റിട്ടേണിംഗ് ഓഫീസറുടെ നിർദ്ദേശമുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ നിങ്ങൾ രണ്ടാമത്തെ പാക്കറ്റിന്റെ കൂടെ നൽകേണ്ടതായിട്ട് വരും. ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഈ ഒരു പേജിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ നിർദ്ദേശം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ടാണ് വേണം നിങ്ങൾ നിങ്ങളുടെ ഈ രണ്ടാമത്തെ കവർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി മൂന്നാമത്തെ പാക്കറ്റും വൈറ്റ് കളർ തന്നെയാണ്. സ്റ്റാറ്റ്യൂട്ടറി കവർ എന്നതാണ് മൂന്നാമത്തെ പാക്കറ്റിന്റെ പേര്, സ്റ്റാറ്റ്യൂട്ടറി കവർ. ഇതിനകത്ത് 5 കാര്യങ്ങൾ, ഇതിൽ 5 കവറുകളും സീൽഡ് ആയിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്ന നിയമം വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നതാണ്. അപ്പൊ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അത് 5ഉം സീൽഡ് ആണ്. അപ്പൊ ഞാനിവിടെ 2-ൽ കൊടുത്തിട്ടുണ്ട്, സീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നിങ്ങൾക്ക് കോഡ് കൊടുക്കാം. ST1, ST2, ST3, ST4, ST5. ആ വലിയ കവറ് സ്റ്റാറ്റ്യൂട്ടറി കവർ. അതിനകത്തുള്ള 5 ചെറിയ കവറുകൾക്ക് 5 കോഡുകൾ കൊടുക്കുന്നു. ST1, ST2 എന്നുള്ള രീതിയിൽ കോഡ് കൊടുക്കുക. അതിൽ ഒന്നാമത്തെ അതായത് സ്റ്റാറ്റ്യൂട്ടറി കവറിനകത്തുള്ള ഒന്നാമത്തെ കവർ സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾ ആൻഡ് ലിസ്റ്റ് ഓഫ് CSV ആൻഡ് ASD ഇഫ് എനി. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ കസ്റ്റോഡിയൻ ആയിട്ടുള്ള മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾ. ഒരു വോട്ടർ വരുന്ന സമയത്ത് മാർക്ക് ചെയ്യുന്ന 2 കോപ്പി സപ്ലൈ ചെയ്യും.
ഒന്ന് പ്രിസൈഡിംഗ് ഓഫീസറുടെ സ്പെസിമെൻ കയ്യിൽ വെക്കാനുള്ള കോപ്പിയാണ്. രണ്ടാമത്തത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത് മാർക്കഡ് കോപ്പിയാണ്. അപ്പൊ മാർക്കഡ് കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾ സീൽ ചെയ്യുക. അതുപോലെ CSV ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സോ AST ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കോപ്പിയും ഇതിന്റെ കൂടെ വെക്കുക. അത് സെപ്പറേറ്റ് നിങ്ങൾക്ക് തരും. ഈ CSV ലിസ്റ്റും AST ലിസ്റ്റും സെപ്പറേറ്റ് തരും. അതുകൂടെ ഇതിന്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇതിന്റെ കൂടെ തന്നെ സീൽ ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തത് സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് വോട്ടേഴ്സ് സ്ലിപ്പ്. നമ്മുടെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ പ്രിപ്പയർ ചെയ്യുന്ന വോട്ടേഴ്സ് സ്ലിപ്പ് തേർഡ് പോളിംഗ് ഓഫീസർ 50ന്റെ കെട്ടാക്കിയിട്ട് അവിടെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അത് രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി കവറിൽ രണ്ടാമത്തതാണ് സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് വോട്ടേഴ്സ് സ്ലിപ്പ്. ഇനി മൂന്നാമത്തത് സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ. നിങ്ങൾക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന ടെൻഡേർഡ് ബാലറ്റ് പേപ്പറിന്റെ അൺയൂസ്ഡ് കാര്യങ്ങൾ സീൽ ചെയ്തിട്ട് ഇതിനകത്ത് വെക്കുക. ഇനി നാലാമത്തത് സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് യൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ആൻഡ് ലിസ്റ്റ് ഇൻ ഫോം 17B. ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകളും അതുപോലെ അതിന്റെ ലിസ്റ്റും 17B എന്നൊരു ഫോമിനകത്ത് അതിന്റെ ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇനി ടെൻഡേർഡ് ബാലറ്റ് പേപ്പർ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നിൽ എന്ന ഒരു കവർ നിങ്ങൾ അതിനകത്ത് വെക്കണം. അല്ല എങ്കിൽ ഈ 17B രണ്ട് കുറുകിയ ലൈനിട്ട് ക്യാൻസൽ ചെയ്തിട്ട് നിൽ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് അവിടെ വെക്കുക. ഒരു എൻവലപ്പും ബ്ലാങ്ക് ആയിട്ട് വെക്കരുത്. അതിനകത്ത് നിൽ എന്നുള്ള ഒരു സാധനങ്ങൾ നിങ്ങൾ സീൽ ചെയ്തിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊക്കെ എന്തെങ്കിലും കേസൊക്കെ വന്നിട്ട് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ബ്ലാങ്ക് കവർ ഉണ്ടാകരുത്. ഒന്നുമില്ല എങ്കിൽ നിൽ എന്ന് എഴുതിയിട്ട് നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ സീലും ഡിസ്റ്റിങ്വിഷൻ മാർക്ക് സീലും വെച്ചിട്ട് വെക്കേണ്ടതാണ്. ഇനി അഞ്ചാമത്തത് സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ചലഞ്ചഡ് വോട്ട്സ് ഇൻ ഫോം 14. നിങ്ങളുടെ ഈ കള്ളവോട്ടൊക്കെ വരുന്ന സമയത്ത് ചലഞ്ച് വോട്ട് മറ്റോ നിങ്ങളുടെ ബൂത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കവറിനകത്തുള്ള അഞ്ചാമത്തെ കവർ, സീൽഡ് എൻവലപ്പ് കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ചലഞ്ചഡ് വോട്ടേഴ്സ് ഇൻ ഫോം 14. ക്ലിയർ ആയല്ലോ? ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ PDF ആയിട്ട് ബ്ലോഗിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നാലാമത്തത് പാക്കറ്റ് 4 ആണ്. യെല്ലോ കളറാണ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി കവർ എന്നാണ് പറയുക. ഇതിനകത്ത് 11 ചെറിയ കാര്യങ്ങളുണ്ട്. 11 എന്നൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. 11 വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. 11 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഐറ്റംസ് ആണ് ഇതിനകത്തേക്ക് ഉള്ളത്. ഇതിനും കോഡ് കൊടുക്കണേ. NS1 നോൺ സ്റ്റാറ്റ്യൂട്ടറി 1, രണ്ടാമത്തത് NS2 നോൺ സ്റ്റാറ്റ്യൂട്ടറി 2, മൂന്നാമത്തത് NS3 നോൺ സ്റ്റാറ്റ്യൂട്ടറി 3, അങ്ങനെ NS11 വരെ തലേനാൾ രാത്രി തന്നെ നമ്പർ ഇട്ട് റെഡിയാക്കേണ്ടതാണ്. അതിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറിലെ ആദ്യത്തെ കവർ ഫസ്റ്റ് വൺ എൻവലപ്പ് കണ്ടെയ്നിങ് കോപ്പീസ് ഓഫ് ഇലക്ട്രൽ റോൾ അതർ ദാൻ മാർക്കഡ് കോപ്പി. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉപയോഗിക്കാത്ത മറ്റൊരു ഇലക്ട്രൽ റോളിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ഉപയോഗിച്ചിരിക്കുന്ന മാർക്കഡ് എന്താണ് ഇലക്ട്രൽ റോളിന്റെ കോപ്പി ഒന്നാമത്തത്. രണ്ടാമത്തത് NS2 എൻവലപ്പ് കണ്ടെയ്നിങ് അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് ഓഫ് പോളിംഗ് ഏജന്റ്സ് ഇൻ ഫോം നമ്പർ 10. തലേനാൾ രാത്രി തന്നെ നിങ്ങളുടെ ബൂത്തിൽ ഇരിക്കുന്ന ഏജന്റുമാര് നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ തരും. അതായത് എന്നെ ഇങ്ങനെ ഏജന്റായിട്ട് അപ്പോയിന്റ് ചെയ്യണമെന്ന് ആ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജന്റോ സൈൻ ചെയ്തിരിക്കുന്ന ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് തരും. ആ അപ്ലിക്കേഷൻ കളക്ട് ചെയ്തിട്ട് ഫോം നമ്പർ 10 കൂടെ ഫില്ല് ചെയ്തിട്ട് അത് നിങ്ങൾ NS2 നോൺ സ്റ്റാറ്റ്യൂട്ടറി രണ്ടാമത്തെ കവറായിട്ട് ആഡ് ചെയ്യണം. മൂന്നാമത്തത് EDC എൻവലപ്പ് കണ്ടെയ്നിങ് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇൻ ഫോം 12B. ഈ വർഷം ഒരു പക്ഷേ EDC ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് അതേ ബൂത്ത് നിയോജക മണ്ഡലത്തിലെ ആൾക്കാർ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ബൂത്തിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ ഒരു പെർമിഷൻ കൊടുക്കാറുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ നടന്നിരിക്കുന്ന ക്ലാസ്സിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ EDC ആയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോം 12B NS3. ഇനി ഇല്ല എങ്കിൽ നിൽ കവർ ആഡ് ചെയ്യുക. അതുപോലെ NS4 എൻവലപ്പ് കണ്ടെയ്നിങ് ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ, ഒരു ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ NS4. NS5 എൻവലപ്പ് കണ്ടെയ്നിങ് റിസിപ്റ്റ് ബുക്ക് ക്യാഷ് ഇഫ് എനി ഇൻ റെസ്പെക്ട് ഓഫ് ചലഞ്ചഡ് വോട്ട്. ചലഞ്ച് വോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിസിപ്റ്റ് ബുക്ക്, അതിന്റെ ക്യാഷ് 2 രൂപയാണ്. അതൊക്കെ NS5. NS6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവലപ്പ് കണ്ടെയ്നിങ് ഡിക്ലറേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ഇലക്ടർ ആസ് ടു ദർ ഏജ് ആൻഡ് ലിസ്റ്റ് ഓഫ് സച്ച് ഇലക്ടേഴ്സ്. അതായത് വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വോട്ടർ 18 വയസ്സായിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു ഡിക്ലറേഷൻ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് NS6 എന്ന ഒരു എൻവലപ്പിനകത്ത് ആവശ്യമായിട്ടുള്ളത്. ഇനി ഏഴാമത്തത് NS7 എൻവലപ്പ് കണ്ടെയ്നിങ് അൺയൂസ്ഡ് ആൻഡ് ഡാമേജ്ഡ് പേപ്പർ സീൽ ആൻഡ് സ്പെഷ്യൽ ടാഗ്സ്. നിങ്ങൾക്ക് 2-3 സ്പെഷ്യൽ ടാഗുകളും അതുപോലെ പേപ്പർ സീലൊക്കെ തരും. അതിൽ അൺയൂസ്ഡ് പേപ്പർ സീലുകൾ അതുപോലെ അൺയൂസ്ഡ് സ്പെഷ്യൽ ടാഗുകൾ NS7. NS8 എൻവലപ്പ് കണ്ടെയ്നിങ് അൺയൂസ്ഡ് വോട്ടേഴ്സ് സ്ലിപ്പ്.
ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസർ വോട്ടർ സ്ലിപ്പ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബൂത്തിലേക്ക് ഒരു 900 വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 പേപ്പേഴ്സ് വോട്ടർ സ്ലിപ്പ് ഒക്കെ തരും. അതിൽ 800 എണ്ണം നിങ്ങൾ ഉപയോഗിച്ചിട്ട് 200 എണ്ണം ബാക്കിയുണ്ടെങ്കിൽ ആ 200 എണ്ണം NS8 എന്ന് പറഞ്ഞിട്ട് അതൊരു കവറിനകത്താക്കിയിട്ട് അൺയൂസ്ഡ് വോട്ടർ സ്ലിപ്പ് ഇതിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി NS9 envelope containing declaration by elector under 49 MA, അതായത് ടെസ്റ്റ് വോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ടെസ്റ്റ് വോട്ട് ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ഒരു വോട്ടർ പറയുന്നു, ഞാൻ ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്തത് ഒരു കാൻഡിഡേറ്റിനാണ്, പക്ഷേ VVPAT മുറിഞ്ഞു വേണ്ടത് മറ്റൊരു കാൻഡിഡേറ്റിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വോട്ടേഴ്സിൽ നിന്നും കുറെ കാര്യങ്ങളൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർ ടെസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കും. ആ ടെസ്റ്റ് വോട്ടിന്റെ ഡീറ്റെയിൽസ് 49 MA എന്ന ഫോമിനകത്ത് എഴുതിയിട്ട് NS9 ഫിൽ ചെയ്തിട്ട് ഈ 4ാമത്തെ കവറിൽ ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. ഇനി 10ാമത്തത് envelope containing declaration by elector whose name is in ASD list. ASD ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വോട്ടേഴ്സ് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡിക്ലറേഷൻ ആണ് 10ാമത്തെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഐറ്റം NS10. ഇനി NS11 envelope containing letter of complaint to SHO. നിങ്ങളുടെ ബൂത്തിനകത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ അവിടെയുള്ള നിയറസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ സബ് ഇൻസ്പെക്ടർക്ക് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് NS11 എന്ന് പറയുന്ന നോൺ സ്റ്റാറ്റ്യൂട്ടറി കവർ. ഇങ്ങനെ 11 കാര്യങ്ങളാണ് 4ാമത്തെ കവറിനകത്ത് ആവശ്യമായിട്ടുള്ളത്. ഇനി 5ാമത്തെ കവർ പാക്കറ്റ് 5 ബ്രൗൺ കളറാണ്. ഇതൊന്നും വളരെ എളുപ്പമാണ്. 5ാമത്തതിൽ കോഡ് കൊടുക്കാം P51, P52, P53. അപ്പൊ പാക്കറ്റ് 5ൽ 1ാമത്തത്, 2ാമത്തത്, 3ാമത്തത് അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ 1ാമത്തത് ഹാൻഡ് ബുക്ക് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ, മാനുവൽ ഓഫ് EVM ആൻഡ് VVPAT. പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഇലക്ഷൻ ട്രെയിനിങ് സമയത്ത് ലഭിച്ചിരിക്കുന്ന ഹാൻഡ് ബുക്ക് തിരിച്ചു കൊടുക്കണം. അത് പാക്കറ്റ് 5ൽ 1ാമത്തെ ഐറ്റം. 2ാമത്തത് പാക്കറ്റ് 5ലെ 2ാമത്തെ ഐറ്റം യൂസ്ഡ് ആൻഡ് റിമൈനിങ് ഇൻഡെലിബിൾ ഇൻ ബോട്ടിൽ വിത്ത് സ്റ്റോപ്പർ. അതായത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മായ്ക്കാനാവാത്ത മഷിയിൽ എന്തെങ്കിലും 2 ബോട്ടിൽ സാധാ സപ്ലൈ ചെയ്യും. ഉപയോഗിക്കാത്ത ബോട്ടിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അഫിക്സ് ചെയ്തിട്ട്, അല്ലാതെ അത് അതിന്റെ ക്യാപ്പൊന്നും തുറന്നു വെച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യരുത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരു ബോട്ടിൽ മാത്രം അവിടെ തിരിച്ചു കൊടുക്കുക. വളരെ കുറച്ചൊരു 5-6 ഡ്രോപ്പ് മാത്രം ഉള്ളത് ജസ്റ്റ് അവിടെ ഒഴിവാക്കിയിട്ട് അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇങ്ക് ബോട്ടിൽ തിരിച്ചു കൊടുക്കണം. അതുപോലെ P53 വരുന്നത് സെൽഫ് ഇങ്കിങ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്റ്റാമ്പ് പാഡ് നിങ്ങൾ 5ാമത്തെ പാക്കറ്റിൽ 3ാമത്തെ ഐറ്റമായിട്ട് തിരിച്ചു കൊടുക്കണം. ഇനി ലാസ്റ്റ് പാക്കറ്റ് ആണ് പാക്കറ്റ് 6. പാക്കറ്റ് 6 ബ്ലൂ കളറാണ്. ഇതിനകത്ത് 6 കാര്യങ്ങളാണ് 6ാമത്തെ പാക്കറ്റിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അതിനും കോഡ് കൊടുക്കുക. P6ൽ 1ാമത്തത് P61, പാക്കറ്റ് 6ൽ 2ാമത്തത് P62, P63 ഇവിടെ കോഡ് കൊടുക്കുക. അതിൽ 1ാമത്തത് കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ്. നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. P62 അതർ അൺയൂസ്ഡ് ഫോംസ്, കുറെ ഫോംസ് നിങ്ങൾക്ക് തരും. അതിൽ അൺയൂസ് ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാ ഫോമുകളും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. 3ാമത്തത് പാക്കറ്റ് 6ലെ 3ാമത്തെ ഐറ്റം മെറ്റൽ സീൽ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസറിന്റെ മെറ്റൽ സീല്, ഈ വാക്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മെറ്റൽ സീല് നിങ്ങൾക്ക് തരും. അത് തിരിച്ചു കൊടുക്കുക. അതിനകത്ത് 4ാമത്തത് ആരോ ക്രോസ് മാർക്ക് റബ്ബർ സീൽ. ഈ ടെൻഡർ വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ആരോ ക്രോസ് മാർക്ക് റബ്ബർ സീല് തന്നിട്ടുണ്ടാവും. അത് 4ാമത്തെ ഐറ്റമായിട്ട് പാക്കറ്റ് 6ൽ ഇൻസേർട്ട് ചെയ്യാം. 5ാമത്തെ ഐറ്റം കപ്പ് ഫോർ സെറ്റിംഗ് ഇൻഡെലിബിൾ ഇങ്ക്. നിങ്ങൾക്ക് മായ്ക്കാനാവാത്ത മഷി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ആ കപ്പ് 5ാമത്തെ ഐറ്റമായിട്ട് തിരിച്ചു കൊടുക്കുക. ഇനി 6ാമത്തത് ഒരു വലിയ കവർ ആക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കുക. അപ്പോ 6 പാക്കറ്റുകൾ കൃത്യമായിട്ട് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആവശ്യമായ വിവിധ ഫോമുകൾ ഒരു പുസ്തക രൂപത്തിലാണ് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുക. പുസ്തക രൂപത്തിൽ നിന്നും തലേ ദിവസം തന്നെ അവയെല്ലാം കട്ട് ചെയ്തിട്ട് ബൂത്തിന്റെ നമ്പർ, ബൂത്തിന്റെ പേര്, അസംബ്ലി മണ്ഡലത്തിന്റെ നമ്പർ, ഇലക്ഷൻ തീയതി എന്നിവ എഴുതി ഫോമുകളുടെ വലതു മുകൾ ഭാഗത്ത് തിരിച്ചറിയൽ സീൽ പതിക്കണം. അങ്ങനെ തയ്യാറാക്കിയ ഫോമുകൾ, അതായത് വലിയ പുസ്തകത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ഫോമുകൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ കോഡ് നമ്പർ കൊടുത്ത് ചെറിയ ചെറിയ കവറുകൾ തലേ ദിവസം തന്നെ രാത്രി നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അതിന്റെ പുറത്ത് ബൂത്ത് നമ്പറും ബൂത്തിന്റെ പേര്, അസംബ്ലി മണ്ഡലത്തിന്റെ പേര് ഇതൊക്കെ എഴുതിയിട്ട് ഡിസ്റ്റിംഗ്വിഷ് മാർക്ക് സീല് പതിച്ചു വെക്കണം. അതുപോലെ നിങ്ങളുടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ പേരും നമ്പറും മൊബൈൽ നമ്പറൊക്കെ ആക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ തലേ ദിവസം തന്നെ നിങ്ങൾ ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇതുപോലെ 6 വലിയ കവറുകളും അതിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ട ചെറിയ കവറുകളും തലേ ദിവസം തന്നെ ഒരു ഓർഗനൈസ്ഡ് ഫോമിലേക്ക് നിങ്ങൾ ആക്കി വെക്കുക. ഏതെങ്കിലും കവർ ഇടുന്നതിനുള്ള പ്രസ്താവനയോ രേഖയോ ആവശ്യമായി വരുന്നില്ല എങ്കിൽ, അതിനകത്തുള്ള ഐറ്റം ഇല്ല എങ്കിൽ നിർബന്ധമായിട്ടും നീൽ എന്ന് എഴുതിയിരിക്കുന്ന കവർ ഒരു സ്ലിപ്പ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെ സീലും അതുപോലെ ഡെസിഗ്നേഷനും ഒക്കെ പതിക്കുക. അപ്പോ ഈ രീതിയിലാണ് ഈ വർഷത്തെ ഇലക്ഷനിൽ
പ്രിസൈഡിംഗ് ഓഫീസർമാർ പ്രിപ്പയർ ചെയ്യേണ്ട ഫോംസ് ആൻഡ് കവേഴ്സ്. ഓക്കെ, വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നു. മറ്റു ഗ്രൂപ്പുകളിലേക്കൂടെ ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു കാര്യമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.